നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മൂന്ന് ടൈപ്പ് സാരിയാണ് കേട്ടോ. ഒന്ന് നമ്മുടെ പ്യുവർ മൊഡാൾ സാരി. ഞാൻ ആദ്യം തന്നെ അതങ്ങ് കാണിക്കാം. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിൽ പ്യുവർ മൊഡാൾ സാരി കിട്ടും. കണ്ടോ, അടിപൊളിയല്ലേ, നല്ലതല്ലേ? അവിടെ കിടന്നോളൂ, ഇട്ടാൽ അവിടെ കിടന്നു. ഇച്ചിരി കട്ടിയുണ്ട് മൊഡാളിന്, പക്ഷെ ഭയങ്കര സിൽക്കി ആണെന്ന് പറഞ്ഞാലും ഫ്ലോയി ആയി അങ്ങനെ അങ്ങ് പോകുന്നില്ല. നല്ല സ്റ്റഫ്. മൊഡാളിൻ്റെ സ്റ്റഫിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡായിട്ടുള്ള ടസറിനെയൊക്കെ സത്യം പറഞ്ഞ ഒരു സൈഡിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന സാധനമാണ് മൊഡാളാണിപ്പോൾ കേമൻ. എന്ന് വെച്ചാൽ ഏത് കാലാവസ്ഥയ്ക്കും ഉടുക്കാം, നമുക്ക് ചൂടൊന്നും ഫീൽ ചെയ്യത്തില്ല. തണുപ്പ് കാലാവസ്ഥയാണെങ്കിലും ചൂട് കാലാവസ്ഥയാണെങ്കിലും എല്ലാം നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് ഭയങ്കര ഓവറല്ല, പക്ഷേ എവിടെ ഉടുത്ത് നിന്നാലും ഉപയോഗിച്ചാൽ അത് ചുരിദാറാട്ടെ, കുർത്തിയാട്ടെ, സാരി ആട്ടെ, എന്താണെങ്കിലും അതിനൊരു പ്രത്യേക ലുക്കാണ്. ഇതിപ്പോൾ വന്നിട്ട് നമ്മുടെ പ്ലെയിൻ സാരിയൊക്കെ വരുമ്പോൾ ഉടുക്കത്തില്ലേ, അങ്ങനത്തെ ഒരു ഇതാണ്. ഫുള്ള് ഇങ്ങനെ തന്നെയാണ്, മുന്താണിയില്ല, ബോർഡറില്ല. നമ്മൾ ജോർജറ്റ് സാരിയൊക്കെ വരുമ്പോൾ എടുക്കൂലേ, ബോർഡർ മുന്താണിയൊന്നുമില്ല. 6 മീറ്ററാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ബ്ലൗസ് തയ്ക്കണമെങ്കിൽ തയ്ക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ബ്ലൗസ് ഏതാണോ ഇഷ്ടമുള്ളത്. മെറൂൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്. അതിനകത്ത് മെറൂൺ ബ്ലൗസ് നല്ല എന്നാ പറയുന്നത്, ചെറിയ സിൽക്കി ആയിട്ടുള്ള സ്ലബ് സിൽക്കിൻ്റെ ഒക്കെ ബ്ലൗസ് എടുത്തിടുവാണെങ്കിൽ അടിപൊളിയാണ്. ഇങ്ങനെ തന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇതേ സെയിം പാറ്റേണിലായതുകൊണ്ട്, അതായത് ബോർഡറോ മുന്താണിയോ ഒന്നും ഇല്ലാതെ ചെയ്തേക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു 3-4 പ്രാവശ്യം കൊടുത്തിട്ട് നല്ല ഒന്നാന്തരം ചുരിദാർ സെറ്റാക്കി മാറ്റാം. ഒരു പിടിക്ക് 2 പക്ഷി. 2 പക്ഷി എന്ന് പറയുന്നത് ഓടിച്ചിരി മോശമായി പോയല്ല, ഒരുമാതിരി വേറെ എന്നാ പറയുന്നത്. എന്തേലും വട്ടെ. ഇതാണ് ആദ്യത്തെ സാരി കേട്ടോ. 5 ഡിസൈനാണ്. അതിനകത്ത് 2 ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈ ഡിസൈൻ ഞാൻ അങ്ങനെ ഒത്തിരി കണ്ടിട്ടില്ല. ഇപ്പോഴും കാണുന്ന അജ്രക്കിൻ്റെ ഡിസൈനുണ്ട്. ഇത് അങ്ങനെ, ഇത് വേറൊരു ഡിസൈൻ. കണ്ടോ, നല്ലല്ലേ? കാണാൻ നല്ലതാണോ? അവിടെ നോക്കിയിട്ട് ഇത് ചുരിദാർ തയ്ക്കണം കേട്ടോ. ഇത് 2-3 പ്രാവശ്യം സാരി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ചുരിദാർ സെറ്റാക്കുക, അടിപൊളിയായിരിക്കും. ഇത് തന്നെ ബോട്ടം മാത്രം വേറെ എടുക്കണം, കോൺട്രാസ്റ്റ്. നമ്മുടെ സാൻഡോണിൻ്റെയോ അല്ലെങ്കിൽ സ്ലബ് സിൽക്കിൻ്റെയോ ഒക്കെ ബോട്ടം എടുത്താൽ മതി. എന്നിട്ടുണ്ടല്ലോ ഷോൾ അത് തന്നെ ഇടണം. നല്ല രസമാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ മൊഡാളിൻ്റെ എല്ലാം ഇറങ്ങുന്നത്. അടുത്തത് ഇത് ഇത്രയും കനം വേണം, അത്യാവശ്യം കനം വെയിറ്റ്, ഭയങ്കര ഹെവി വെയിറ്റ് അല്ല. ഈ സ്ലൂന്ന് പറഞ്ഞ് ഒഴുതിപ്പോകുന്ന ഒരു സൈസ് മൊഡാളുണ്ട്, നമ്മുടെ ഷിഫോൺ പോലെ. അത് നമുക്ക് മാനേജബിൾ അല്ല, നല്ല ബുദ്ധിമുട്ടാണ്. എനിക്കുണ്ട്, ഞാൻ ഓർത്തിട്ടുണ്ട് ഇത് നല്ല പാടാണല്ലോ. ഒന്ന് ഷോളൊക്കെ നമുക്ക് എപ്പോഴും ഒരു കൈ ആയിട്ടേ ഇരിക്കണം. ഇതങ്ങനല്ല, ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ നിൽക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്കത് കിടന്നോളൂ അങ്ങ്. എന്നാൽ ഒട്ടും ശരീരത്തിന് ഹെവിനെസ് ഫീൽ ചെയ്യുന്നുമില്ല. അതിൻ്റെ തന്നെ മെറൂൺ കളർ, മറ്റേത് ബ്ലാക്ക്, ഇത് മെറൂണ്. ഇത് വേണ്ട, എനിക്കറിയാം. ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിലാണ്. 2890 അല്ലേ, 2890 രൂപയ്ക്കാണ് ഇത് സെയിൽ ചെയ്യുന്നത്. നല്ല ഓർഡർ വരും. അപ്പം ബുക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. കാരണം അറിയാമല്ലോ, നമുക്ക് ഇതൊന്നും ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സംഭവമല്ല. ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. ഫസ്റ്റ് പ്രയോറിറ്റി അക്കൗണ്ടിൽ ക്യാഷ് ഇടുന്നവർക്ക്. അടുത്ത ഡിസൈൻ അജ്രക്ക് ഡിസൈൻ. എന്താ നല്ല രസമല്ലേ? എനിക്കിത് തന്നെ സെയിം ഇതിൻ്റെ ഇതുണ്ട്, ചുരിദാർ സെറ്റുണ്ട്. സെയിം ഇത് തന്നെ ഡിസൈനുള്ള ചുരിദാർ സെറ്റുണ്ട്. നല്ല ഭംഗിയാണ്, നല്ല സുഖമാണ്. ഞാൻ എപ്പോഴും പറയാറില്ല ഈ ചൂട് പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു ചൂട് പ്രാന്തിയാണ്. പ്രാന്തിയല്ല, ചൂടിന് എഗനിസ്റ്റാണ്. അപ്പം ഞാൻ ഒരു കുഴപ്പവും ഇല്ലാതിട്ടുകൊണ്ട് നടക്കുന്നൊരു സാധനമാണ്. കാരണം നല്ല സുഖമാണ്, ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതിനൊന്നും ലൈനിങ് ഇടേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് കനമുണ്ട്. ഇനി അഥവാ ലൈനിങ് ഇടണമെന്ന് തോന്നുവാണെങ്കിൽ തന്നെ നല്ല കൂടിയ ലൈനിങ് ഇടണം. എന്നിട്ട് പറ്റുമെങ്കിൽ അതൊന്ന് വാഷും കൂടെ ചെയ്തിട്ട് തയ്ക്കാൻ കൂടി. ഇങ്ങനെ ഇത്രയേ ഉള്ളൂ കാണിക്കാനേ, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണിത്. സാരി ലൈനിങ് ഇട്ട് തയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞത് എന്നാന്നറിയോ? ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് വന്നല്ലേ. ഞാൻ എനിക്ക് ചുരിദാറുണ്ടെന്നല്ലേ പറഞ്ഞേ. ചുരിദാർ ചുരിദാറായിട്ട് തയ്ക്കും നിങ്ങളെല്ലാവരും, എനിക്ക് ഉറപ്പാണ്. ഇത് സാരിയായിട്ട് എത്ര ദിവസം എടുത്ത് അലമാരിക്കകത്ത് വെക്കും. നമുക്കത് കഴിഞ്ഞ് ചുരിദാർ തയ്ക്കുന്നവർക്ക് തയ്ക്കാമല്ലോ. ചുരിദാറും സാരി എല്ലാം ഇടുന്നവർക്ക് തയ്ക്കാം. അപ്പം നമുക്ക് 2 ഉപയോഗമായില്ലേ. അതുകൊണ്ടാണ് പറഞ്ഞു, ചുരിദാർ തയ്ക്കുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞു കേട്ടോ. സാരിക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യം ഇവരെന്നോട് ചോദിക്കുവാണേ, എന്തിനാ സാരിക്ക് ലൈനിങ് എന്ന്. അത് ശരിയാണ്, ഞാൻ പറഞ്ഞ മണ്ടത്തരമായിപ്പോയി. ഞാൻ എൻ്റെ ചുരിദാറിൻ്റെ വിശേഷം എന്ന് പറയാം. ഇത് അടുത്തത് കേട്ടോ, 6 ആകെ.
നല്ലൊരു ഗ്ലോ ഉണ്ട്. മൊഡാളിന് അറിയാലോ, മൊഡാൾ സിൽക്കാണ്, പ്യുവർ മൊഡാളാണ്, സെമി അല്ല, പ്യുവർ മൊഡാളാണ്. അത് എന്നാ പറയുന്നത്, ഒരു ഗ്ലോയുള്ള ഒരു അങ്ങനത്തെ ഒരു സ്റ്റഫാണ്. സിക്സാഗ് പ്രിൻറ്റിന് നല്ല രസമല്ലേ. ഇനി ബ്ലാക്ക് ആദ്യം കാണിച്ചതിൻ്റെ ആ ബ്ലാക്ക് തന്നിട്ട്, മെറൂൺ തന്നിട്ട് ഇതെടുത്താൽ മതിയായിരുന്നു. ആദ്യം കാണിച്ച മെറൂണിൻ്റെ അജ്രക്ക് പ്രിൻ്റ് വരുന്ന അതിൻ്റെ തന്നെ ബ്ലാക്ക്. ഈ ബ്ലാക്ക് വെച്ചൊരു ചുരിദാർ തയ്ച്ചാലോ. ഈ ബ്ലാക്ക് ഇല്ല, എനിക്കെല്ലാം മെറൂണിനോട് എനിക്ക് മൊഡാൾ കാണുമ്പോൾ ഒരു ഇഷ്ടം. പക്ഷെ ഒത്തിരി പേര് ബ്ലാക്കുകാരാ. നമ്മൾ നേരത്തെ ബ്ലാക്ക് മൊഡാൾ കാണിക്കുമ്പോഴത്തേനും ഒത്തിരി പേര് ബ്ലാക്ക് എന്നും പറഞ്ഞു കിടന്ന് ചോദിക്കുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ എന്നാ പറയാൻ വന്ന മറന്നുപോയി. എന്നാ ഈ പറയാൻ വരുന്നത് മറന്നു പോകുന്നല്ലേ. പല വിചാരം ഉള്ളതുകൊണ്ടാണ്. പല വിചാരം എന്ന് പറഞ്ഞാലേ ഈ കുഞ്ഞു തലയ്ക്കകത്തോടെ എന്നാ പോടണമല്ലേ. കുഞ്ഞു തലയല്ല, വലിയ തലയാ. എൻ്റെ തലയ്ക്ക് വലിപ്പം കൂടുതലാണ് സത്യം. എനിക്ക് വണ്ണം വെച്ചാൽ എനിക്ക് മെലിഞ്ഞാലും എൻ്റെ തല വലുതായിട്ടിരിക്കും. ഇത് നമ്മുടെ കണ്ടോ എല്ലാവരുടെയും ഫേവററ്റ് അല്ലേ, ബ്ലാക്ക്. ഇത് വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടണില്ല, മൽമൽ കോട്ടൺ. നല്ല സാരി, ഒന്നും കാണിക്കാനില്ല. എന്നല്ല, പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമ്മുടെ ലിനൻ്റെ സാരി ആയിട്ട് ഡിസൈനൊക്കെ വരികയല്ല അത്. അപ്പോൾ ലിനൻ ഒത്തിരി നമ്മൾ കെയർഫുൾ ആകണം. കുറേ ലിനൻ എത്രത്തോളം ഉടുത്താൽ ഭംഗിയാണോ അത്രയും തന്നെ നമ്മൾ കെയറും ചെയ്യണം. എന്നുകൊണ്ട് ഇത് കെയർ ചെയ്യേണ്ട, എങ്ങനെ വേണേലും ഉടുക്കാം, തോന്നിയാസം വേണേലും കാണിക്കാം എന്നല്ല. പക്ഷേ ലിനൻ്റെ അത്രയും ലിനനോട് ചിലർക്കൊരിതായി ഇതൊക്കെ എന്നാ കളർ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് കളർ ബ്ലീഡിങ് ഉണ്ടാകും തോന്നില്ല. കോട്ടൺ ആണ്, സോഫ്റ്റ് കോട്ടൺ, അതായത് മൽമൽ കോട്ടൺ ആണ്. ഇതാണ് സാരി, ഇത് ബോർഡർ. എപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ സാരി, ഇതിൻ്റെ ഇൻഡിഗോ വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കാം കേട്ടോ. ഒത്തിരി ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതിപ്പം ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്കാണ്. ബ്ലൗസ് കൂടെ കാണിക്കണം, മറന്നുപോയിനെ. ബ്ലൗസ് പ്ലെയിനാന്ന് തോന്നുന്നു. അതെ, പ്ലെയിൻ. ഇങ്ങനത്തെ ആ സിക്സാഗ് ബോർഡർ വന്നിട്ട് എന്ത് രസമായിരിക്കും എന്നറിയാം. ഉടുത്ത് കാണിക്കുന്നതിന് മുന്നേ എടുത്തോണ്ട് പോയോ. എനിക്കിച്ചിരി ചില സമയത്ത് സ്പീഡ് കൂടുതലാണ്. ചില സമയത്ത് വർത്താനം കഴിഞ്ഞിട്ട് ലാഗിങ് അല്ലേ, രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കണം അല്ലേ. എല്ലാം പരിശീലിക്കാവേ കേട്ടോ, ആലോചിക്കട്ടെ. പറ്റിച്ചേ. അടുത്ത ഡിസൈന്. ഇത് വ്യത്യാസമൊന്നുമില്ല, തുണി വ്യത്യാസമില്ല, കളർ വ്യത്യാസമില്ല, ഒന്നുമില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഒരു കാര്യം മാത്രമേ വ്യത്യാസമുള്ളൂ, ഡിസൈൻ. ചിലരുണ്ട് ഈ ഡിസൈനിൽ ഒരു കാര്യമില്ല, ഞാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ ഡിസൈനിൽ കിടന്ന് പിടിക്കുന്നത് എന്നാണ് ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ചെറിയ ആ പുള്ളി ഇങ്ങനെ ഇരിക്കുന്നു അത്രേ ഉള്ളൂ. പക്ഷെ ചിലർക്ക് ആ ഒരു ഇതിൻ്റെ പുള്ളിക്ക് ഇങ്ങോട്ട് വാലില്ലേ, ആ വാലുള്ളത് വേണം. എനിക്കിങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യം പറയാം, എനിക്ക് ചിരിയാണ് വരുന്നത്. ഞാനിരുന്ന് ചിരിക്കും. പക്ഷെ അവർക്കേ അറിയത്തുള്ളൂ, അവർക്ക് നല്ല സെൻസ് ഉള്ളവരായതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്. പക്ഷേ സെൻസ് ഇല്ലാത്ത ഞാനിങ്ങനെ ഇരിക്കും. ഞാനോർക്കും അതിനകത്തൊക്കെ എന്നെ കാര്യം ഇരിക്കുന്നത്. എല്ലാ സാധനം ഒന്നും തന്നെയല്ലേ. വള്ളി പുള്ളി മാറിപ്പോയാൽ കുഴപ്പമുണ്ടല്ലേ അല്ലേ. വള്ളി വീഴേണ്ട അടുത്ത് വള്ളി വീഴണം, അല്ലെങ്കിൽ പണി പാടും. അയ്യോ, ഇതിൻ്റെ ഉണ്ടല്ലോ ഒത്തിരി ഡിസൈൻ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എത്രയാ പറയാനറിയത്തില്ല, അത്രയേ ഡിസൈൻ വന്നിട്ടുണ്ട്. 3 ഡിസൈനേ ഇന്നെടുത്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ. കാണിക്കാവേ, എന്നുകൊണ്ട് അത് ചോദിക്കരുത്, ഫോട്ടോ ചോദിക്കരുത്. ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഈ 220 രൂപയുടെ കഴിഞ്ഞ ദിവസം കാണിച്ച സാരിയും അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു, എൻ്റെ ഫോട്ടോ കാണിച്ചു. പിന്നെയും അതെടുത്ത് ഫോട്ടോ കാണിക്കും. എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സത്യമായിട്ട് ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ ഫോട്ടോ എടുത്ത് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ആക്ച്വൽ കളർ ആയിരിക്കത്തില്ല കാണുന്നത്. കാരണം ഫോട്ടോ എന്ന് പറയുന്ന ഷോപ്പിലെ പല വെട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ടേബിൾ എടുത്ത് വെച്ചൊരു ഫോട്ടോ എടുത്ത് അയക്കും. അതായിരിക്കത്തില്ല അതിൻ്റെ കറക്റ്റ് കളർ. ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് കറക്റ്റ് കളർ. വീഡിയോയുടെ കളർ എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം കളർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പിന്നെയും അതിൻ്റെ ഫോട്ടോ, ഈ 220 രൂപയുടെ സാരിക്ക് വേണ്ടി ഫോട്ടോ എടുക്കാൻ നമ്മളത് ഒഴിവാക്കി വിടുകയുള്ളൂ. പക്ഷെ അഹങ്കാരം പറയല്ല, കാരണം മറ്റ് തിരക്കുകൾ വെച്ച് നോക്കുമ്പോഴേ അതെനിക്ക് മനസ്സിലാകുന്നില്ല. വീഡിയോയ്ക്കകത്ത് അത്രയും കാണിച്ചിട്ടും ബ്ലൗസ് എന്തിനാണ് ഈ ഫോട്ടോ എന്ന് പറയുന്നത്. ഫോട്ടോയ്ക്കകത്ത് അല്ല കറക്റ്റ് കളറ്. പിന്നെ ചിലരുടെ ഓരോരുത്തരുടെയും മനസ്സിന് ഓരോ
ഇതല്ലേ ഓരോ എന്നാ പറയുന്നേ താല്പര്യങ്ങളല്ലേ അങ്ങനെ കാണിച്ചാണ്. ഇതുണ്ടല്ലോ ഇതിപ്പോൾ വീഡിയോയ്ക്ക് ഈ കറക്റ്റ് കളറാണ് കാണുന്നത്, നല്ല സൂപ്പർ മെറൂൺ കളർ കേട്ടോ. ഈ മെറൂൺ എന്ന് പറഞ്ഞാൽ ഇതാ തനി മെറൂൺ കളർ അല്ലേ, അതോ ആണോ അല്ലേ? ഇതില്ലേ ഈ തവിട്ട കളർ എന്ന് പറയല്ലേ, അതും കൂടെ കൂട്ടി മെറൂണും കൂടെ കൂട്ടി ഡൈ ചെയ്തെടുത്തിരിക്കുന്ന, ആർക്കും ഇഷ്ടപ്പെടാതെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കളറ്. അത് മൽമൽ കോട്ടൺ ആയിരുന്നു, ഇത് മൽമലല്ല, ഇത് ചന്തേരിയാണ് കേട്ടോ, ചന്തേരി കോട്ടനാണ്. അജ്രക്ക് പ്രിൻറ്റുമായിട്ട് ഞാൻ പറയാൻ വന്നതന്നെ കളറ് ശരിക്കും ഒരു എല്ലാവരുടെയും കാര്യം ഞാൻ അങ്ങനെ അടച്ച് പറയുന്നില്ല. അങ്ങനെ ഒരു കാര്യം നമുക്ക് ലോകത്ത് പറയാൻ പറ്റത്തില്ല, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് പറയാൻ പറ്റത്തില്ല. എന്തിനും ഇഷ്ടക്കേടുള്ള ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തിയാൽ ഈ കളറ്, ഈ സാരി, ഈ ഡിസൈൻ ഇഷ്ടപ്പെടാത്ത ആരും കാണത്തില്ല, ഞാൻ ഗ്യാരണ്ടി. ഞാൻ അത്രയ്ക്ക് പറയുന്നത്, എനിക്ക് അത്രയ്ക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുള്ളതുകൊണ്ട്. അത്രയ്ക്ക് നല്ലൊരു കളറും ആ ഒരു ഡിസൈനും ആ ഒരു എന്നാ പറയുന്ന കോമ്പിനേഷൻ എന്ന് പറയാൻ രണ്ടിതില്ല. ബ്ലൗസ് വന്നിട്ടുണ്ടല്ലോ പ്ലെയിന്, എന്നിട്ട് ചെറിയൊരു സെറിയുണ്ട്, ഗോൾഡൻ സെറി കൈയുടെ അറ്റത്ത് ബോർഡർ വെക്കാനായിട്ട് ചെറിയ അടിപൊളിയാട്ടോ, നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾ ഇതൊക്കെ ഇട്ടിട്ട് നല്ല മുത്തുമാലയോ മുത്തിൻ്റെ സ്റ്റഡോ ഒക്കെ ഇടുകയാണെങ്കിൽ നല്ലൊരു ലുക്കായിരിക്കും. ചന്തേരിയാണ് ഇത്, മൽമലല്ല ചന്തേരിയ. ബ്ലാക്ക് മാത്രമേ ഉള്ളായിരുന്നു മൽമൽ കോട്ടൺ, ഇത് ചന്തേരി കോട്ടൺ. കണ്ടോ? ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഡിസൈൻ വ്യത്യാസം. ഇതും എനിക്ക് തോന്നുന്നു ഒരു 10 ഡിസൈനെങ്കിലും മിനിമം വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഞാനിപ്പോൾ കാണിക്കുന്ന 3 ഡിസൈനേ ഉള്ളൂ. സാരികളുടെ എണ്ണം പെട്ടെന്ന് വീഡിയോ തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. കണ്ടോ? മുന്താണി ഇതൊന്നും സത്യം പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ നമുക്ക് സുലഭമായിട്ട് വരുന്ന സാധനങ്ങളല്ല കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ല. എപ്പോഴും ഈ കളറ് എല്ലാം കൂടെ ഒത്തു കിട്ടത്തില്ല, ചില സമയത്തേ ഇത് വരുള്ളൂ. എന്നെയൊക്കെ സംബന്ധിച്ച് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ബ്ലൗസ്. ഇതിൻ്റെ ബ്ലൗസിന് ചെറിയൊരു ബോർഡർ വരുമ്പോൾ സെറി മാത്രമല്ല ഇങ്ങനൊരു ബോർഡറും കൂടിയുണ്ട്. അടുത്തത് ഈ ഒരു ഡിസൈൻ കണ്ടോ, മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ. ബ്ലൗസ് അതിനുമുണ്ട് ചെറിയൊരു ബോർഡറിൽ അറ്റത്ത് ഗോൾഡൻ സെറി വന്നിട്ട് നല്ല ക്ലാസ് സാരി, നല്ല എന്നാ പറയുന്നത് എലഗൻ്റ് ആയിട്ടുള്ള സാരി. ഫങ്ഷൻ വെയർ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ കൊടുക്കുക. നമ്മൾ അതിനുള്ള ഒരു ഗെറ്റപ്പിൽ മാലയും വളയൊക്കെ ഇട്ടാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ തിളക്കത്തില്ല, അത് ആദ്യം കാണിച്ച മോഡാള്. അപ്പം എന്താ പറയുന്ന മോഡാലിൻ്റെ സാരിയൊക്കെ അപ്പം തന്നെ ബുക്ക് ചെയ്ത് അപ്പം തന്നെ ക്യാഷ് അടച്ചാൽ മാത്രമേ നമ്മൾ ബുക്കിംഗ് ആക്കത്തുള്ളൂ. ഹോൾഡ് ചെയ്യത്തില്ല, ഒരു കാരണവശാലും ഹോൾഡ് ചെയ്യത്തില്ല. നാളെ മറ്റന്നാൾ അങ്ങനെ പറഞ്ഞാൽ ഹോൾഡ് ചെയ്യത്തില്ല കേട്ടോ. വേറെ ഒന്നും ഓർക്കരുത്. നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് പിറ്റേ ദിവസമാണ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ തരാം. അല്ലാതെ ഇതും എനിക്ക് വേണ്ടി ഒന്നെടുത്ത് മാറ്റി വെക്കുമെന്ന് പറയുന്നുണ്ട് ഒത്തിരി പേര്. നമ്മളത് അതിൻ്റെ കാരണങ്ങളും എല്ലാം ഞാൻ എപ്പോഴും വിശദീകരിച്ച് പറയുന്നത്, എന്നാലും ആരും ഓർക്കരുത് ഒരുമാതിരി അഹങ്കാരം പറയുമെന്ന്. അങ്ങനെയല്ല, ഇതിലൊരു എന്നാ പറഞ്ഞാലും ആഫ്റ്റർ ഓൾ ഇതൊരു ബിസിനസ് അല്ലേ, അതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എല്ലാം നോക്കണ്ടേ. എന്നാലല്ലേ നാളെ നിങ്ങളുടെ മുന്നേ സാരിയായിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.